ആർക്കും തുടങ്ങാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കേ ഇതിലുള്ളൂ. തീർച്ചയായിട്ടും ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് 2 ഇയറിനുള്ളിൽ ബ്രേക്ക് ഇവൺ ആവും. ഇതിന് ലേബർ കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി. അത് വൺസ് ഇത് സീഡ് കൊണ്ടുവന്ന് ട്രീറ്റ് കഴിഞ്ഞ് ഇതിൽ പ്ലേസ് ചെയ്ത് ഹാർവെസ്റ്റിംഗ് വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് സംഭവം സിസ്റ്റം. ഇപ്പോൾ കേരളത്തിലില്ല, വിദേശ രാജ്യത്ത് ഇരുന്നു ഇത് നിയന്ത്രിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ കുറച്ച് ഫോഗ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ ഫോഗിലൂടെയാണ് നമ്മൾ ഇതിന് വേണ്ട ന്യൂട്രീഷൻസ് എല്ലാം ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്. ഇത് കണ്ടോ, അത് നമ്മൾക്കാണ് ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിഫയർ, മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അറിയാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ വില സ്റ്റേബിളായിരിക്കും, വില കുറയുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വില വരുന്നത് ഏകദേശം 5 ലക്ഷം 6 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എയറോഫോണിക് സംവിധാനത്തിലാണ് ഇവിടെ ചെയ്യുന്നത് കൃഷി. ഇതിന് റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് എയറോഫോണിക്സ് ഹൈഡ്രോഫോണിക്സ് മിക്സാക്കി നമ്മൾ ചെയ്യുകയാണ്. അത് ഇതൊരു വേറൊരു രീതിയിലുള്ളതാണ്. സോയിൽ മിക്സ്ചറാണ് ഇത്. നമ്മൾ കാശ്മീരിൽ ഇതിന് സമാനമായ രീതിയിലുള്ള മണ്ണ് ഇവിടെ ഉണ്ടാക്കിയെടുത്താണ്. ഇവിടുത്തെ മണ്ണിന് തന്നെ ഇത് കാശ്മീരിലെ മണ്ണെന്ന് പറയുമ്പോൾ ഇത് പാമ്പോർ എന്ന് പറയുന്ന സ്ഥലത്താണത് വ്യാപകമായി കൃഷിയുള്ളത്. അവിടുത്തെ സഫ്രോണിനാണ് മൂല്യമുള്ളത്. ഇത് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും. ഇതിൽ കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇതിലിരിക്കുന്നത്. നല്ലൊരു പഠനം ഇതിനാവശ്യമാണ്. അപ്പോൾ ഒരു വർഷങ്ങളുടെ പഠനം തന്നെ നടത്തി ചുരുങ്ങിയത് ഒരു 3 വർഷത്തോളം നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കർഷകൻ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ എത്ര എക്സ്പെക്ട് ചെയ്ത് തുടങ്ങണം ഒരു ഇൻവെസ്റ്റ്മെന്റ്? ചുരുങ്ങിയത് ഒരു 250 സ്ക്വയർ ഫീറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്കണോമിക്കലി അതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സീഡ് മേടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സീഡിന് വളരെയധികം വില കൂടുതലാണ്. 2500 മുതൽ 3500 വരെ പെർ കിലോ വില വരുന്നുണ്ട്. ഇത് 8 mm താഴെയുള്ള ഫ്ലവറാണ്. അത് കണ്ടോ, ഇത് ഇനി നമുക്ക് ഫ്ലവർ തരില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അടുത്ത കൊല്ലത്തെ ഇതിന്റെ ലൈഫ് എത്ര കാലമാണ്? ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് വെരി ലോങ് ആണ്. നമുക്ക് വൺസ് സീഡ് പർച്ചേസ് ചെയ്ത പിന്നീട് സീഡ് വാങ്ങേണ്ട ആവശ്യമില്ല. വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കില്ല. ചെറിയൊരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. മണ്ണിൽ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും.